മഹാലക്ഷ്മി സീരിയലിൻ്റെ മഹാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചടങ്ങ് ദിവസമാണ് എങ്കിൽ തന്നെ മഹാലക്ഷ്മിയുടെ ഉള്ളിൽ ഒരു ആന്തലാണ്. കാരണം സത്യങ്ങളും കാണാം. ഒരു പക്ഷേ കണ്ണേട്ടൻ അറിയാൻ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധികൾ പറഞ്ഞറിയിക്കാൻ ആർക്കും ഒരുപക്ഷെ പറ്റിയെന്ന് വരത്തില്ല. മഹാലക്ഷ്മിയുടെ ജീവിതം മാത്രമല്ല അവിടെ തകരാൻ പോകുന്നത് കരുണയുടെയും കൂടി ജീവിതമാണ്. കണ്ണേട്ടൻ ഈ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ തന്നോട് ക്ഷമിക്കുമോ? ആ ഒരു കാഴ്ച നേരിൽ കണ്ടിട്ട് പോലും ഒരു തവണ പോലും അതിനെപ്പറ്റി ഒന്ന് സൂചിപ്പിച്ചിട്ട് പോലുമില്ല. ഇപ്പോഴും കണ്ണന് സംശയമുണ്ട്, പ്രതാപനാണോ തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരനെന്ന്. അങ്ങനെ പല തവണ അനന്തുവിനെയും ലേഖയും മഹിയൊക്കെ കേൾക്കെ കണ്ണൻ ആ സംശയം പറഞ്ഞറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും മഹി അത് കേട്ട് ടെൻഷൻ അടിച്ച് നിന്നതല്ലാതെ ഒരു വാക്ക് സൂചിപ്പിച്ചിട്ടേ ഇല്ല. അതിൻ്റെ ഒരു ടെൻഷനാണ് മഹി അലട്ടുന്നത്. ചടങ്ങ് കഴിഞ്ഞ് ഇനി അച്ഛനെങ്ങാനും കാണേണ്ട സാഹചര്യം കണ്ണേട്ടന് വന്നു കഴിഞ്ഞാൽ സ്വബോധമില്ലാത്ത അയാൾ സത്യങ്ങളെല്ലാം വിളിച്ചു പറയും. മാത്രമല്ല എല്ലാത്തിനും സാക്ഷി മഹിയാണെന്നും കൂടി പറയുമ്പോൾ സത്യമാണോ അല്ലയെന്ന് ചോദിക്കുമ്പോൾ മഹിക്ക് വീണ്ടും കള്ളം പറയാൻ പറ്റില്ല. അപ്പോൾ സത്യം തുറന്നു പറയേണ്ട സാഹചര്യം വരും. അപ്പോൾ അനന്തും ലേഖയും അറിഞ്ഞു, മാർക്കോയും അറിഞ്ഞു. അവരും തങ്ങളെ ചതിക്കുവാണോ, എല്ലാവരോടും കണ്ണേട്ടന് വെറുപ്പ് തോന്നുമോ എന്നൊക്കെയുള്ളൊരു പേടിയാണ് മഹിയെ അലട്ടുന്നത്. അപ്പോൾ ലേഖയാണെങ്കിൽ മഹിയെ സമാധാനിപ്പിക്കുന്നു, താൻ ചുമ്മാ ടെൻഷൻ അടിച്ച് നല്ലൊരു ദിവസത്തിൻ്റെ ഭംഗി കളയണ്ട. അഥവാ സത്യങ്ങൾ അറിയുന്നെങ്കിൽ നമ്മളെല്ലാവരും ഇല്ലേ, അത് പറഞ്ഞ് നമുക്ക് കോംപ്രമൈസ് ചെയ്യിക്കാം. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വിശ്വാസവഞ്ചന ചെയ്യുന്നത് പോലെ ആയില്ലേ എന്നൊക്കെ മഹി പറയുമ്പം ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം മഹി, ഈ ദിവസത്തിൻ്റെ സന്തോഷം നമ്മളായിട്ട് ഇല്ലാണ്ടാക്കണ്ട എന്നും പറഞ്ഞിട്ട് മഹിയാണെങ്കിൽ നല്ല ഗംഭീരമായിട്ട് ഒരുക്കുന്നുണ്ട്. ലേഖയും അതുപോലെ ശേഷം മഞ്ജു വന്ന് ഭംഗിയായിട്ടൊരു നാത്തൂൻ ഏട്ടത്തിയമ്മയെ ഒരുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നാത്തൂൻ അല്ലെങ്കിൽ നല്ലൊരു സഹോദരിയുടെ സ്ഥാനത്താണ് മഞ്ജു ഇപ്പം മഹാലക്ഷ്മിയെ കാണുന്നത്. ഇനി സത്യങ്ങളൊക്കെ അറിയുമ്പം മഞ്ജുവിനിപ്പോൾ തോന്നുന്ന ആ ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ ഇല്ലാണ്ടാകുമോ? തൻ്റെ അച്ഛനെ കൊന്ന ആ ഒരു കാഴ്ച നേരിൽ കണ്ട മഹി ഇതുവരെ സത്യങ്ങൾ ആരോടും തുറന്നു പറയാത്തത് മറ്റുള്ളവരൊക്കെ പറയുന്നത് പോലെ സ്വത്ത് മോഹിച്ചിട്ടായിരിക്കുമോ എന്നൊക്കെ സംശയം തോന്നാൻ സാധ്യതയുണ്ടോയെന്നും പറയാൻ പറ്റില്ല. എന്തായാലും കണ്ണനാണെങ്കിൽ തൻ്റെ സംശയം വീണ്ടും സാഗറിനോടെയും അതുപോലെ അനന്തുവിനോടും പറയുന്നുണ്ട്. അയാൾ ഈ മാനസിക നില തെറ്റിയ അവസ്ഥയിൽ എന്തൊക്കെയോ സത്യം വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി അയാളായിരിക്കുമോ എൻ്റെ അച്ഛനെ കൊല്ലാൻ കൊട്ടേഷൻ ഏറ്റെടുത്ത് കൊന്നത്? അതുങ്ങാണം പറയാൻ വേണ്ടിയിട്ടാണോ എന്നെ കാണണമെന്ന് അയാൾ വാശി പിടിക്കുന്നത്? അല്ലെങ്കിൽ പിന്നെന്തിനാ അയാൾ എന്നോട് സംസാരിക്കുന്നത് കണ്ടിട്ട് എല്ലാവരും ഇത്രയും പേടിക്കുന്നതും ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കുകയും ചെയ്യുന്നത്? എനിക്ക് പല സംശയമുണ്ട് അനന്തു. എന്തായാലും അയാളെ എനിക്ക് കാണണമെന്നുള്ളത് ഞാൻ ഉറപ്പിച്ചെടുത്തിരിക്കുന്ന തീരുമാനമാണ്. അയാൾക്ക് എന്താ എന്നോട് പറയാനുള്ളതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് പറയുമ്പം അനന്തു ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. കാരണം അനന്തുവിന് സത്യങ്ങളെല്ലാം അറിയാം. അയാൾ എന്തിനാണ് കണ്ണനെ കാണാൻ ആവശ്യപ്പെടുന്നതെന്നുള്ള കാര്യവും വ്യക്തമായിട്ട് അറിയാം. അതേസമയം മോഹിനിയമ്മയാണെങ്കിൽ ചടങ്ങിന് വേണ്ടിയിട്ട് റെഡിയാകുവാണ്. അപ്പം മോഹിനിയമ്മ റെഡിയാവുന്നത് കണ്ടിട്ട് മുത്തശ്ശി വന്ന് ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. കാരണം ഒരു പക്ഷേ ഈ സത്യങ്ങൾ ആരെങ്കിലും വഴി കണ്ണൻ അറിയാൻ തുടങ്ങിയാൽ പോലും അത് തടയേണ്ട ഉത്തരവാദിത്തം മഹിയുടെയും അതുപോലെ മോഹിനിയുടെയും ആവശ്യമാണെന്ന് മുത്തശ്ശി പറഞ്ഞറിയിക്കുന്നുണ്ട്. സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൊച്ചുമോളെ മാത്രമല്ല അത് ബാധിക്കുന്നത്, നിന്നെയും നിൻ്റെ മോളുടെയും ജീവിതത്തെ ബാധിക്കുമെന്നുള്ളൊരു ഓർമ്മ വേണം. അതുകൊണ്ട് കമലേശ്വരത്ത് ചെന്ന് കണ്ണനോട് അനാവശ്യ കാര്യങ്ങളൊന്നും പറയാൻ നോക്കണ്ട. ഇനി ആരെങ്കിലും തന്നെ അവനെ എന്തെങ്കിലും അറിയിക്കാൻ ശ്രമിച്ചാൽ പോലും അത് തടയേണ്ട ഉത്തരവാദിത്വം നിൻ്റേതും കൂടിയാണെന്ന് മുത്തശ്ശി പറഞ്ഞറിയിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞ് വിരട്ടിയൊന്നും വേണ്ട. ഞങ്ങൾ എന്തുകൊണ്ടാണ് ആ സത്യം മറച്ചു വെച്ചതെന്നുള്ള കാര്യം ഇന്നല്ല നാളെയെങ്കിൽ കണ്ണന് മനസ്സിലാകും. കരുണയുടെ ജീവിതം തകരരുത് എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് അയാൾ ചെയ്ത ക്രൂരത ഞാനും എൻ്റെ മോളും എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചത്. അല്ലാതെ ഈ സത്യം മറച്ചു വെച്ച് ഞങ്ങൾക്കൊരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് മുത്തശ്ശിയോട് തിരിച്ച് കുത്തുവർത്താനമായിട്ട് പറയുന്നുണ്ട് മോഹിനിയമ്മ. അതേസമയം മോഹിനിയാണെങ്കിൽ റെഡിയായി പോകുമ്പോഴത്തേക്കും പ്രതാപൻ പറയുന്നുണ്ട്, മോഹിനി നീ മഹാലക്ഷ്മി മോളുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കണേ. നമ്മുടെ മോളൊരുത്തി അവിടെ ഉണ്ട്, ഒരു ദുഷ്ടത്തി. അവൾ ഏത് സമയവും മഹിയുടെ കണ്ണീര് കാണാൻ വേണ്ടി ഓരോ ദുഷ്ടതയും ചെയ്ത് നടക്കുക. അവൾ എന്തെങ്കിലും കെണി ഒപ്പിച്ച് വെക്കുമെന്നാണ് എൻ്റെ പേടി. അവളെ ഒന്ന് സൂക്ഷിക്കണം. മാത്രമല്ല ആ ദുർഗയും ഉണ്ണിയൊന്നും നമ്മളാരും വിചാരിക്കുന്നത് പോലെ ഉള്ള ആൾക്കാരല്ല. അതുകൊണ്ട് നീ തന്നെ നിൻ്റെ മോളുടെ കാര്യങ്ങളെല്ലാം നോക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ പറഞ്ഞിട്ട് നമ്മുടെ മോഹിനിയമ്മ അങ്ങ് പോകുന്നുണ്ട്. മോഹിനിയമ്മയ്ക്ക് അറിഞ്ഞൂടെ ഇത് മാനസിക നില തെറ്റിയതിൻ്റെ സ്നേഹമാണ്, അല്ലാതെ മഹിയോടും മോഹിനിയോടൊന്നും ഈ കാണുന്ന പ്രതാപനോ മുത്തശ്ശിക്കൊന്നും യാതൊരു സ്നേഹവും ഇല്ലെന്ന്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? നമ്മുടെ കുഞ്ഞിൻ്റെ സന്തോഷം കാണാൻ വേണ്ടിയിട്ടല്ലേ നീ കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലാൻ വേണ്ടി ലോറി എടുത്തു പോയത്? എന്നിട്ട് പാവം നമ്മുടെ കുഞ്ഞിനെ തന്നെ എല്ലാവരുടെയും മുമ്പിൽ കുറ്റക്കാരിയാക്കി ചിത്രീകരിക്കുന്നു. നിങ്ങൾ ഒറ്റ ഒരാളാ എൻ്റെ മോളെയും എന്നെയൊക്കെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. നിങ്ങളുടെ ദുഷ്ടതയാണ് ഞങ്ങൾ കണ്ടുപഠിച്ചത്. അതുകൊണ്ടല്ലേ ഞാൻ
പണത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പാടില്ലാത്ത പല മഹാപാപങ്ങളും ചെയ്തത്. അതിനെല്ലാം കാരണക്കാരി നിങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുന്നത് കേട്ടിട്ട് മുത്തശ്ശിയാണെങ്കിൽ, ദേ പ്രതാപ, പണത്തിന് വേണ്ടി നീ ഓരോ കാര്യങ്ങൾ ചെയ്തൊപ്പിച്ചിട്ട് അതൊന്നും എൻ്റെ മണ്ടേ കെട്ടിവെക്കാൻ നോക്കണ്ട. അങ്ങനെ നിങ്ങൾ നല്ല സ്ത്രീയാവാനൊന്നും നോക്കണ്ട. എൻ്റെ അമ്മായിയമ്മേ, അതായത് മോഹിനിയുടെ അമ്മയെ കൊന്നത് നിങ്ങളാണോ എന്നെനിക്ക് സംശയമുണ്ട്. വിഷം ഉള്ളി ചെന്നാണല്ലോ എൻ്റെ അമ്മായിയമ്മ മരിച്ചത്. അവർ കഴിച്ച ആഹാരത്തിൽ നിങ്ങളാണോ വിഷം കലർത്തിയെന്ന എൻ്റെ സംശയം. അത് ഞാൻ മോഹിനിയോട് പറഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്ത് നിങ്ങൾക്ക് അറിയാമോ? ചുമ്മാ പ്രതാപ, വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയരുത്. ഞാൻ മനസ്സാ വാച പോലും അറിഞ്ഞ കാര്യമല്ല. നീ ചുമ്മാ എന്നെ ഈ വയസ്സാങ്കാലത്ത് ജയിലിൽ ആക്കൂടാ എന്ന് ചോദിച്ചിട്ട് മുത്തശ്ശിയാണെങ്കിൽ ആകെ തകർന്നു നിൽക്കുന്നു. ഇതിനിടയ്ക്കാണെങ്കിൽ നമ്മുടെ മാർക്കോയും അതുപോലെ ലോപ്പസും രാത്രി തന്നെ ഉണ്ണിയെ വഴിയരികിൽ അവൻ്റെ വണ്ടി തടഞ്ഞു നിർത്തി ഒന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ചടങ്ങ് ദിവസം നീയോ നിൻ്റെ അമ്മയോ എന്തെങ്കിലും അനാവത്ത് കാര്യം കണ്ണേട്ടനോടോ അല്ലെങ്കിൽ മഹാലക്ഷ്മി ഏട്ടത്തിയോടോ ചെയ്തു കഴിഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ യാത്ര പകുതി വഴി ഞാൻ നിർത്തി തിരികെ വരും. പിന്നെ നിൻ്റെയൊക്കെ അന്ത്യം കാണാതെ ഞാൻ പിന്നോട്ടില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. അതുകൊണ്ട് തന്നെ മാർക്കോയുടെ ഭീഷണി ഉണ്ടായതുകൊണ്ട് മഹിയെയും അതുപോലെ കണ്ണനെയും ഒന്നും ഉപദ്രവിക്കാനും പറ്റില്ല എന്ന ഈ ചടങ്ങ് കണ്ട് സമാധാനത്തോടെ നിൽക്കാനും പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. മാത്രമല്ല ആ കാര്യങ്ങളെല്ലാം വാമദേവനോട് പറയുകയും ചെയ്യുന്നുണ്ട് ഉണ്ണി. അങ്ങനെ ഇന്നത്തെ ദിവസം തന്നെ സത്യങ്ങൾ എല്ലാവരും അറിയാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് കാത്തിരിക്കാം.